നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗില് PSG പാരീസിലിട്ട് വെട്ടിയിരിക്കുന്നു FC ബാഴ്സലോണ. ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരം 2-3 ഗോളുകൾക്കാണ് ബാഴ്സ വിജയിച്ചു കയറിയത്. ബാഴ്സയ്ക്ക് വേണ്ടി റാഫീഞ്ഞ, ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ക്രിസ്റ്റ്യൻസൻ ഒരു ഗോൾ കണ്ടെത്തി. മറുഭാഗത്ത് ഓസ്മാൻ ഡെംബലയും വിറ്റീഞ്ഞയുമാണ് PSG ഗോളുകൾ നേടിയത്. മത്സരത്തില് ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കി, യമാൽ, റാഫീഞ്ഞ എന്നിവർ ഒരുമിച്ചാണ് അണിനിരന്നത്. മറുഭാഗത്ത് കിലിയൻ എംബാപ്പെ, അസൻസിയോ, ഓസ്മാൻ ഡെംബലെ, അങ്ങനെ ശക്തമായ നിരയും കൊണ്ട് PSG ഇറങ്ങി. കളിയുടെ 37ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞയിലൂടെ FC ബാഴ്സലോണ ലീഡെടുക്കുന്നു. എന്നാൽ 48ാമത്തെ മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെ തന്റെ പഴയ ടീമിനെതിരെ ഗോളടിച്ചുകൊണ്ട് PSG ഒപ്പമെത്തിച്ചു. 50ാമത്തെ മിനിറ്റിൽ വിറ്റീഞ്ഞ കൂടി ഗോൾ അടിച്ചപ്പോ PSG ലീഡായി. പക്ഷേ ബാഴ്സയുടെ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ചാവിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ കുറിക്കുകൊള്ളുന്നു. പെഡ്രിയെ കളിക്കളത്തിലേക്ക് ഇറക്കി. ഉടനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റ് റാഫീഞ്ഞക്ക്. റാഫീഞ്ഞ ബാഴ്സലോണയെ ഒപ്പമെത്തിച്ചു. അദ്ദേഹത്തിന്റെ ബ്രേസ് പൂർത്തിയാക്കി. പിന്നെ ക്രിസ്റ്റ്യൻസൻ കളിക്കളത്തിലേക്ക് വരുന്നു. ഉടനെ അദ്ദേഹത്തിന്റെ വക വിജയ ഗോൾ പിറക്കുന്നു. അങ്ങനെ ചാവിയുടെ കൃത്യമായ സബ്സ്റ്റിറ്റ്യൂഷനുകളും എല്ലാം കൂടി ചേരുമ്പോ ബാഴ്സലോണ PSG പാരീസിലിട്ട് വെട്ടി. ബാക്കി കാര്യം അടുത്ത മിഡ് വീക്കില് അങ്ങ് ബാഴ്സലോണ നഗരത്തിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.